ഏറെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുപോകുന്നത്. ഒരു ശുദ്ധികലശത്തിൻ്റെ കാലം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട ഭൂതം ഉടനെയൊന്നും കുടത്തിൽ കയറുമെന്ന് തോന്നുന്നില്ല. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടിമാർ ആത്മവിശ്വാസത്തോടെ തുറന്നു പറച്ചിലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവയിൽ പ്രധാനം താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനുമെതിരായ ആരോപണങ്ങളാണ്. രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രമുഖ ബംഗാളി നടിയും ഇടത് സഹയാത്രികയുമായ ശ്രീലേഖ മിത്രയാണ്. ആരോപണം വിവാദമായതോടെ ഗത്യന്തരമില്ലാതെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് പടിയിറങ്ങി. അതിനു മുമ്പേ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖും രാജിവെച്ചു. സിദ്ദിഖിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതാദ്യമായല്ല, നേരത്തെയും രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർത്തി ഈ നടി രംഗത്ത് വന്നിരുന്നു. നടി രേവതി സമ്പത്താണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചത്. സിനിമ മോഹിച്ചെത്തിയ തന്നെ ചെറുപ്രായത്തിൽ സിദ്ദിഖ് പീഡിപ്പിച്ചെന്നാണ് രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തൽ. അത് പുറത്തു പറയാൻ പോലും സമയമെടുത്തു. സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത്. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെട്ടത്. ഒരു സിനിമാ പ്രോജക്റ്റ് ഉണ്ടെന്നും സംസാരിക്കാം എന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. അതിനുശേഷമായിരുന്നു ആക്രമണം നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സിദ്ദിഖും ക്രിമിനൽ അല്ലേ എന്നും രേവതി സമ്പത്ത് ചോദിക്കുന്നു. നിയമ നടപടി എന്നല്ല, ഇനിയൊന്നിനുമില്ല. അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു. പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തി. സിനിമയിൽ നിന്നും സിദ്ദിഖിനെ വിലക്കണമെന്നും രേവതി സമ്പത്ത് ആവശ്യപ്പെട്ടു. സിദ്ദിഖിനെതിരെ കേസ് നൽകുന്നത് ആലോചിച്ച് മാത്രമാകുമെന്നും നടി പറഞ്ഞു. നീതി ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ കേസുമായി മുന്നോട്ടു പോകും. ഒരു പോരാട്ടത്തിനിറങ്ങിയാൽ ഒറ്റപ്പെട്ടു പോകരുത്. സിദ്ദിഖിനെതിരെ മുന്നോട്ട് പോയാൽ കരിയറിൽ തലവേദനയാകും. സിദ്ദിഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ട്, രേവതി സമ്പത്ത് പറഞ്ഞു. 2016 21 വയസ്സുള്ളപ്പോൾ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനമെന്നാണ് രേവതി സമ്പത്ത് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്നും ചോദിച്ചു. എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. തുടർന്ന് ബലാത്കാരം ചെയ്തു. തന്നെക്കുറിച്ച് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഫേസ്ബുക്കിൽ 2019 പീഡനവിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണം നേരിട്ടു. +2 കഴിഞ്ഞ് മോഡലിങ്ങിൽ ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടത്. മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത്. ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ല, രേവതി സമ്പത്ത് പറഞ്ഞു. തനിക്ക് മാത്രമല്ല, തൻ്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു. ഉന്നതരായ പലരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു. അതിനിടെ രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലിൽ സിദ്ദിഖിനെതിരെ കേസെടുക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ആരോപണം അതീവ ഗുരുതരമാണ്. നടി പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസ് കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരാതി നൽകിയില്ലെങ്കിൽ പോലും കേസെടുക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് രക്ഷാകവചം ഒരുക്കിയ സിദ്ദിഖിന് ദിലീപിൻ്റെ വിധിയാണോ ഉണ്ടാകാൻ പോകുന്നത്? കേസെടുത്താൽ സിദ്ദിഖ് ജയിലിൽ പോകേണ്ടി വരും. മാത്രമല്ല, സിദ്ദിഖിൽ നിന്ന് പീഡനം നേരിട്ട മറ്റുള്ളവരും പരാതിയുമായി മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. സിദ്ദിഖിനെതിരെ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ ഹോട്ടൽ ജീവനക്കാരിയും പരാതി പറഞ്ഞിരുന്നതായി രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരുന്നു. ഹോട്ടൽ ജീവനക്കാരികളോടും മോശമായാണ് സിദ്ദിഖ് പെരുമാറിയതെന്നാണ് രേവതി സമ്പത്ത് പറഞ്ഞത്. അതിനിടെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചു. വൈറ്റില സ്വദേശി TP അജിത് കുമാറാണ് ഞായറാഴ്ച രാവിലെ 2 വ്യത്യസ്ത പരാതികൾ സമർപ്പിച്ചത്. തന്നെ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ഇര തന്നെ ചാനലിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും +2 കഴിഞ്ഞ സമയത്താണ് പീഡനമെന്ന് പറഞ്ഞ സാഹചര്യത്തിലും പോക്സോ കേസിൻ്റെ സാധ്യതയുണ്ടെന്നും കേസെടുത്ത് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ദേഹത്ത് പിടിച്ചപ്പോൾ തട്ടി മാറ്റി പീഡനശ്രമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് നടി തന്നെ ചാനലുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സിദ്ദിഖിനെതിരെ കേസെടുക്കണമെന്നും രണ്ടാമത്തെ പരാതിയിൽ അജികുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൻ്റെ മകളുടെ പ്രായത്തിലുള്ള പെൺകുട്ടിയുടെ സങ്കടം കണ്ടാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. ഇരകളെയോ ആരോപണ വിധേയരെയോ ഒരു പരിചയമില്ല. രാത്രി എഴുതി ഇന്ന് രാവിലെ തന്നെ പരാതി കൊടുത്തു. സിനിമാ രംഗത്തെ ആരെയും അറിയില്ല. വ്യക്തി താല്പര്യങ്ങളൊന്നുമില്ലെന്നും പരാതിക്കാരൻ വ്യക്തമാക്കി.